Hare Krishna. Hare Krishna. Om Ajnanatimirandasya Nananchana Chakshurunmilitam Yena Tasmai Shri Gurave Namaha. Shri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupa Kadamahyam Dadati Swapadantikam Vandeham Sri Guru Sri Yudapatakamalam Sri Gurun Vaishnavamsha Shri Rupam Sagrajatam Sagana Vipunadhamritam Tam Sajivam Sadhuidam Savadutam Parjana Sahitam Krishna Chaitanya Devam Shri Radha Krishna Padan Sahagana Lalita Shri Vishakhanvitamsha Nama Om Vishnupadaya Krishna Prishtaya Bhutale Srimate Jayapataka Swami Iti Namine Namacharya Padaya Nitai Kripapradayine Gaurakatha Damadaya Nagara Gramatarine Nama Om Vishnupadaya Krishna Prishtaya Bhutale Srimate Bhaktivedanta Swami Iti Namine Namaste Saraswati Devi Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarine Vanchakalpatarubhesya Kripa Sindhubhyo Vajapatidanam Pavanebhyo वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് മന്ദിർ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ലെവൽ 3 ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. നമ്മള് ഈശോപനിഷത്താണ് എടുക്കാൻ പോണത് ഇന്ന് മുതല്. ഈശോപനിഷത്തില് അവതാരികയുടെ സ്ലൈഡില് ധ്യാന ശ്ലോകം മുതലാണുള്ളത്. നമ്മൾ ഈശോപനിഷത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് ഇത്? ഈശോപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരേ കൃഷ്ണ. എല്ലാവരും ചോദിക്കുമ്പോ ഉത്തരം പറയുന്ന രീതിയിലാണ് ഈശ്വരനെ പറ്റിയുള്ള ഉപനിഷത്ത്. ഈശ്വരനെ പറ്റി ഈശോപനിഷത്ത് ഒരു ഉപനിഷത്താണ് അല്ലെ? ഒരു ഉപനിഷത്താണ്. നമ്മള് ഈ ബ്രഹ്മ മധ്വ വൈഷ്ണവ സമ്പ്രദായമാണ് നമ്മളിവിടെ. ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായത്തിലാണ് നമ്മളിവിടെ ഇത് പഠിക്കുന്നത് അല്ലെ? അപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് ഈശോപനിഷത്ത് എടുത്തിരിക്കുന്നത്? ഈശോപനിഷത്ത് വരുന്നത് ശ്രുതിയിലാണ്. അതായത് നമുക്ക് 3 തരം ശാസ്ത്രങ്ങളാണ്: ശ്രുതി, സ്മൃതി, പിന്നെ ന്യായശാസ്ത്രത്തിലാണ് ശ്രീമദ് ഭാഗവതം വരുന്നത്. സ്മൃതിയിലാണ് ഭാഗവതം, മഹാഭാരതം, രാമായണം ഒക്കെ വരുന്നത് സ്മൃതിയിലാണ്. ശ്രുതിയിലാണ് ഈശോപനിഷത്ത് വരുന്നത്. അപ്പൊ ശ്രുതി പറഞ്ഞാൽ എന്താണ് ശ്രുതി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കേട്ട് പഠിക്കുന്നതാണ്, കേൾക്കുന്നതാണ്. അതാണ് അത് ഇവിടുന്ന കേൾക്കുക. നമ്മൾ ഇവിടുന്ന കേൾക്കുക ഇതൊക്കെ ഗുരുവിന്റെ അടുത്ത് നിന്നാണ് നമ്മളിത് കേൾക്കുക. അപ്പൊ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ കേട്ട് പഠിക്കേണ്ടതാണ് ഉപനിഷത്ത്, അതായത് ശ്രുതി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ അവതാരിക മുതൽ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അവതാരികയിൽ തന്നെ പറയുന്നത്, സ്റ്റാർട്ടിങ് പറയുന്നത് എന്താണ്, അതായത് ചില പ്രഭുപാദരുടെ ഒരു പ്രഭാഷണത്തെ കുറിച്ചാണ് പറയുന്നത്. അതില് വേദങ്ങൾ, എന്താണ് വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്: വേദാഹം സമതീതാനി വർത്തമാനാനി ച അർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. അല്ലെ? അപ്പൊ അവിടെ വേദ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് വേദം? വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിവ് എന്നാണ് അർത്ഥം. ആ വേർഡിന്റെ, വേദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അറിവ് എന്നാണ്. അപ്പൊ എന്ത് ജ്ഞാനമുണ്ടോ അതൊക്കെ എന്താണ്? അറിവാണ്. ഇപ്പോ ഭഗവത്ഗീതയില് ഭഗവാൻ ഒരു ശ്ലോകത്തില് 15-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ ശ്ലോകത്തില് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ശ്ലോകം? ഹരേ കൃഷ്ണ. ഭഗവത്ഗീത 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം ഞാൻ പറയാം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം വേദൈശ്ച സർവൈർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിധേവ ചാഹം. വേദൈശ്ച സർവൈർ അഹമേവ വേദ്യോ, ഭഗവാനെ കുറിച്ച് അറിയലാണ് വേദം അല്ലെ? വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനെ കുറിച്ച് അറിയാനുള്ളതാണ്. അപ്പൊ അതിന്റെ വേദാന്തകൃത് വേദ വിധേവ ചാഹം എന്ന് പറയുന്നു. അപ്പൊ വേദാന്തം ഉണ്ടാക്കിയത് ആരാണ്? ഭഗവാനാണ്. വേദത്തിന്റെ അന്ത്യം, അതായത് വേദാന്തം എന്ന് പറയുന്നതും ഭഗവാനാണ്. അവസാനം ഭഗവാനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് വേദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ഇപ്പോ ഒരു ബദ്ധാത്മാവ്, അതായത് നമ്മളെ പോലുള്ള ഒരു ബദ്ധാത്മാവിന് 4 ന്യൂനതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതും ഭഗവത്ഗീതയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ബദ്ധാത്മാക്കളുടെ 4 ന്യൂനതകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ഹരേ കൃഷ്ണ. ഇതല്ലേ മാതാജി ചതിക്കാനുള്ള പ്രവണത, ആ പിന്നെ തെറ്റ് പറ്റുന്നു. ഒന്നാമത്തേത് നമുക്ക് തെറ്റ് പറ്റുന്നു, തെറ്റുപറ്റും. പിന്നെ നമുക്കൊക്കെ നമ്മളെ മായയ്ക്ക് വശംവദരാകും അല്ലെ, നമ്മളെ മായ അറ്റാക്ക് ചെയ്യും. അത് നമ്മുടെ ഒരു പ്രവണത, നമ്മുടെ ഒരു നെഗറ്റീവാണ്, ഒരു ന്യൂനതയാണ്. അതായത് ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിക്കുക അല്ലെ, ഈ അച്ഛന്റെ മകളാണ് അല്ലെങ്കിൽ ഈ അമ്മയുടെ മകളാണ് അല്ലെങ്കിൽ മകനാണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നല് നമ്മൾ മായയ്ക്ക് വശംവദരാകുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്. പിന്നെ ചതിക്കാനുള്ള പ്രവണത, പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാണ് അല്ലെ. നമുക്ക് എന്താണ് നമ്മുടെ കണ്ണിന്റെ ഒക്കെ പവർ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ണട വെച്ച് കണ്ടോ വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങള് അപൂർണമാണ്. അപ്പൊ അതുപോലെ കണ്ണിന്റെ പവർ 6/6 അല്ലെ, അതിന്റെ മുകളിലുള്ളതോ അതിന്റെ താഴെയുള്ളതോ ഒന്നും വിഷൻ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അതുപോലെ കേൾക്കുന്നതിനും അങ്ങനെ തന്നെ. ഈ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ കേൾക്കുന്ന ശബ്ദങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ സെറ്റ് ചെയ്ത് ഭഗവാൻ വെച്ചത് മാത്രമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒന്നും തന്നെ പരിപൂർണമായിട്ടുള്ളവയല്ല. അപ്പൊ നമുക്ക് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ട്. അതായത് നമുക്ക് തെറ്റ് പറ്റും, നമ്മള് മായയ്ക്ക് വശംവദരാകുന്നു, അതുപോലെ നമുക്ക് ചതിക്കാനുള്ള പ്രവണതയുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങള് അപൂർണമാണ്. ഇങ്ങനെ 4 മിസ്റ്റേക്സ് അല്ലെങ്കിൽ ന്യൂനതകള് നമുക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യജ്ഞാനത്തിന്റെ ക്രോഡീകരണമല്ല വേദങ്ങൾ. ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ്, ആധ്യാത്മിക ലോകത്തിൽ നിന്നാണ് വൈദിക ജ്ഞാനം ആവിർഭവിച്ചത്. വേദങ്ങളുടെ മറ്റൊരു പേര് ശ്രുതി എന്നാണ്. ശ്രുതി എന്നാൽ ശ്രവണത്തിൽ കൂടി കൈവന്ന അറിവെന്നർത്ഥം. അവ പരീക്ഷാ നിരീക്ഷണങ്ങളിലൂടെയല്ല. ശ്രുതിയെ മാതാവിനെ പോലെയാണ് ഗണിക്കുന്നത്. അമ്മയിൽ നിന്ന് അളവറ്റ ജ്ഞാനം നാം സ്വീകരിക്കുന്നു അല്ലെ. അതായത് ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടറിയേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിയേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ശ്രീല പ്രഭുപാദൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിള്, അമ്മയിൽ നിന്ന് നമ്മൾ ഒരുപാട് ജ്ഞാനം. നമുക്ക് ആർക്കെങ്കിലും ഈ അച്ഛനാണ് അച്ഛൻ നമ്മൾ എങ്ങനെ അറിയാം? അമ്മ പറഞ്ഞു ഇതാണ് അച്ഛൻ, അങ്ങനെ നമ്മൾ അതാണ് അച്ഛൻ എന്ന് തീരുമാനിച്ചു അല്ലെ. നമ്മൾ അച്ഛ എന്ന് വിളിക്കും, അമ്മയെ എന്നും വിളിക്കും. ആരെങ്കിലും അത് ടെസ്റ്റ് ചെയ്യാൻ പോകാറുണ്ടോ? പരീക്ഷിച്ചറിയാൻ പോകാറുണ്ടോ ഈ അച്ഛൻ തന്നെയാണോ എന്റെ അച്ഛൻ എന്ന്? ഒരിക്കലും പോകാറില്ല അല്ലെ. നമ്മൾ ആ രീതിയിൽ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ വേദങ്ങൾ അമ്മയുടെ സ്ഥാനത്താണ് കാണേണ്ടത്. വേദങ്ങൾ എന്ത് പറയുന്നു അതാണ് ശരി. അത് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതിയെ മാതാവിനെ പോലെയാണ് ഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നു നമ്മുടെ അച്ഛനാണ് എന്റെ അച്ഛൻ എന്ന് നമ്മള് പരീക്ഷണാടിസ്ഥാനത്തില് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എല്ലാ ലോകത്തിലെ എല്ലാ പുരുഷന്മാരും എന്റെ അച്ഛനാണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഒരാളെ മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരാ, എല്ലാവരെയും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് യെസ് ഈ അച്ഛനാണ് എന്റെ അച്ഛൻ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനാരും മെനക്കെടാറില്ല. എന്താണ്, അമ്മ പറഞ്ഞു ഇതാണ് അച്ഛൻ, അതുകൊണ്ട് ഇതാണ് എന്റെ അച്ഛൻ എന്ന് തീരുമാനിച്ചു അല്ലെ. അതുപോലെയാണ് നമ്മൾ ശ്രുതിയെ സ്വീകരിച്ച് അംഗീകരിക്കേണ്ടത്. അത് നമ്മുടെ അമ്മയെ പോലെയാണ് എന്ന് പറയുന്നു. വേദങ്ങൾ അമ്മയായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മാവ് മുത്തച്ഛനാണ്, പിതാമഹനാണ്. കാരണം അവിടെ നിന്നാണ് ആദ്യമായി വൈദിക ജ്ഞാനം കൈവരിച്ചയാൾ. നമ്മള് ഭാഗവതത്തിൽ പഠിക്കുന്നുണ്ട്, തേനെ ബ്രഹ്മഹൃതായ ആദികവയെ. അതായത് ഭഗവാൻ ബ്രഹ്മാവിനെ ഹാർട്ട് ടു ഹാർട്ട് ട്രാൻസ്മിഷൻ, അതായത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ഈ വേദജ്ഞാനം ഒക്കെ പകർന്നു കൊടുത്തിട്ടുള്ളത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. അപ്പൊ ആദ്യമായിട്ട് വേദം പഠിച്ചിട്ടുള്ള ആൾ ആരാണ്? ബ്രഹ്മാവാണ്. അപ്പോ ബ്രഹ്മാവിനെ മുത്തച്ഛനായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് ബ്രഹ്മാവ് എങ്ങനെയാണ് പകർന്നു കൊടുത്തത്? വാമൊഴിയായിട്ടാണ് അല്ലെ. ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തത് ഹാർട്ട് ടു ഹാർട്ടാണ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. പിന്നീട് അങ്ങോട്ട് ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് ഗുരുശിഷ്യ പരമ്പരയിലൂടെ അത് വരുന്ന എന്താണ്? അപ്പോ ശ്രുതി അല്ലെ. വാമൊഴിയായിട്ട് ബ്രഹ്മാവ് പകർന്നു കൊടുക്കും, അതായത് ഗുരു ഉപദേശിച്ചു കൊടുക്കും, ശിഷ്യൻ അത് സ്വീകരിക്കും. അതായത് ശ്രുതിയായിട്ട് കേട്ടുകൊണ്ടാണ് സ്വീകരിക്കുക. അപ്പൊ അതാണ് ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് അത് കൈമാറി വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 3 വിധത്തിലുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രത്യക്ഷം, അനുമാനം, ശബ്ദം എന്നിങ്ങനെ 3 വിധം തെളിവുകളുണ്ട്. പ്രത്യക്ഷം എന്നാൽ നേരിട്ടുള്ളത്. പ്രത്യക്ഷ തെളിവുകൾ അഭികാമ്യമല്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പൂർണ്ണതയില്ല. നാം സൂര്യനെ എല്ലാ ദിവസവും കാണുന്നു, എന്നാൽ ഒരു ചെറിയ ബിംബമായാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സൂര്യൻ മറ്റു പല ഗ്രഹങ്ങളെയും അപേക്ഷിച്ച് വളരെ വലുതാണ്.
അതായത് പ്രത്യക്ഷ ജ്ഞാനം, അതാണ് ഒരു തെളിവ്. പ്രത്യക്ഷമായിട്ട് നമുക്ക് സൂര്യനെ കാണാം, ചന്ദ്രനെ കാണാം, പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ സൈസിലാണോ നമ്മൾ അവരെ കാണുന്നത്? ഒരു പപ്പടം പോലെ കാണാൻ പറ്റുള്ളൂ അല്ലെ? പക്ഷെ അവരുടെ സൈസ് അത്രയാണോ? നമ്മുടെ കണ്ണിന്റെ ഒരു പവറിനനുസരിച്ചാണ് നമ്മൾ അവരെ കാണുന്നത് അല്ലെ? അതിന്റെ ആ ഒരു ഡിസ്റ്റൻസിലുള്ളത് കൊണ്ടും അത് ചെറുതായി തോന്നുന്നു. അപ്പോ നമ്മുടെ ആ കാഴ്ച പോലും എന്താണ്, പൂർണ്ണമല്ല എന്നാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പോൾ എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് നാം പുസ്തകം വായിക്കുന്നു, അതുവഴി സൂര്യനെ മനസ്സിലാക്കുന്നു. അതിനാൽ നേരിട്ടുള്ള അനുഭവം പൂർണ്ണമല്ല. പിന്നീട് അനുമാനം, ഇത് ഇങ്ങനെയായിരിക്കാം. ഉദാഹരണം ഡാർവിന്റെ സിദ്ധാന്തം. അപ്പോ അടുത്തതാണ്, രണ്ടാമത്തേതാണ് അനുമാനം. ആദ്യത്തേത് പ്രത്യക്ഷം അല്ലെ? പ്രത്യക്ഷത്തിലുള്ള ജ്ഞാനം നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങള് അപൂർണമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തില് കാണുന്നതൊക്കെ ആണ് സത്യം എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഒരു പരിമിതിയുണ്ട്. നമ്മൾ ഒരു കടലിന്റെ കരയ്ക്ക് പോയി നിന്നാൽ ആ കടലിന്റെ അറ്റം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മൾ വിചാരിക്കും കുറെ അങ്ങേ അറ്റത്ത് ഒരു ലൈനിൽ ഒരു ബോർഡർ കാണുന്നുണ്ട്, അപ്പൊ നമ്മൾ വിചാരിക്കും അത് കരയാണ്. പക്ഷെ ആ കടലിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് കര കാണാത്ത കടലാണ് അതൊന്ന് മനസ്സിലാവുക അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങള് അപൂർണമാണ്. നമുക്ക് അതിന്റെ റിയൽ ആയിട്ടുള്ളത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി അടുത്ത ഒന്ന് പറയുന്നു, അനുമാനം. ഇത് അങ്ങനെയായിരിക്കാം, അത് ഇങ്ങനെയായിരിക്കാം. ഉദാഹരണം ഡാർവിൻ എന്താ ചെയ്തത്? നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറഞ്ഞു അല്ലെ? നമ്മള് എന്താണ് രൂപാന്തരം പ്രാപിച്ച് വരുന്നുണ്ട്. നമ്മൾ ഓരോ ശരീരം, മൃഗശരീരത്തിലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മളെ കർമ്മങ്ങൾക്കനുസരിച്ച്. പക്ഷെ ഒരിക്കലും ആ ശരീരം രൂപാന്തരം പ്രാപിച്ച് മറ്റൊരു ശരീരം ഉണ്ടായതല്ല എന്ന് നമുക്കിപ്പോ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ? നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് 84 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ ശരീരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് ഒരുപാട് ബഹൂനാം ജന്മനാം അതെ അല്ലെ? അങ്ങനെയാണ് നമുക്ക് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. അങ്ങനെയുള്ള മനുഷ്യ ശരീരം നമുക്ക് വിശേഷ ബുദ്ധിയോട് കൂടിയാണ് ഭഗവാൻ തരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഡാർവിന്റെ സിദ്ധാന്തം എന്താണ്? അത് ആവശ്യമില്ലാത്തൊരു കാര്യമല്ല. അങ്ങനെ പരീക്ഷിച്ച് അറിയേണ്ട കാര്യം നമുക്കില്ല. പരീക്ഷണത്തിലൂടെ അറിയേണ്ട ഒരു കാര്യമല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വൈദിക ജ്ഞാനത്തെ ശബ്ദപ്രമാണം എന്ന് വിളിക്കുന്നു. ശബ്ദം, അതായത് മൂന്ന് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തേത് പ്രത്യക്ഷം, രണ്ടാമത്തേത് അനുമാനം. നമ്മൾ പറഞ്ഞു ഡാർവിന്റെ സിദ്ധാന്തം, അത് പ്രാക്ടിക്കൽ അല്ല അല്ലെ? നമുക്ക് അത് ശരിയായ രീതിയിലേ അല്ല വരുന്നത്. ഇനി മൂന്നാമത്തേത് ശബ്ദപ്രമാണം, ശബ്ദം. വൈദിക ജ്ഞാനത്തെ ശബ്ദപ്രമാണം എന്ന് വിളിക്കുന്നു. ശ്രുതി എന്നാൽ ശ്രവണത്തിൽ കൂടി മാത്രം ലഭിക്കുന്ന ജ്ഞാനം. ഇന്ദ്രിയാതീത ജ്ഞാനം ആർജിക്കുന്നതിനായി വേദ അധികാരമുള്ളവരിൽ നിന്ന് ശ്രവണം നടത്തണം. അതീന്ദ്രിയ ജ്ഞാനം ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് അന്യമാണ്. ഈ പ്രപഞ്ചത്തിനകത്തുള്ളത് ഇന്ദ്രിയ ജ്ഞാനമാണ്. അതിനതീതമായത് ഇന്ദ്രിയാതീത ജ്ഞാനം. നമുക്ക് ഈ ലോകത്തിന്റെ അറ്റം വരെ പോകാൻ തന്നെ സാധ്യമല്ല. പിന്നെ എങ്ങനെ ആധ്യാത്മിക ലോകത്തിൽ എത്താൻ കഴിയും? അങ്ങനെ പൂർണ്ണ ജ്ഞാനം നേടുക എന്നത് അസാധ്യം തന്നെ. അപ്പോ ഈ ഒരു ലോകത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് എന്ത് ജ്ഞാനമാണെന്ന് പറയുന്നു? ഭൗതികമായ ജ്ഞാനമാണെന്ന് പറയുന്നു അല്ലെ? പക്ഷെ നമ്മൾ ഈ പഠിക്കുന്ന ജ്ഞാനം എന്താണ്? അതീന്ദ്രിയമായ ജ്ഞാനമാണ്. അപ്പൊ ഈ അതീന്ദ്രിയമായ ജ്ഞാനം ലഭിക്കാൻ നമ്മൾ എവിടെ പോകണം? അതീന്ദ്രിയ ലോകത്തേക്ക് പോകണം അല്ലെ? അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ജ്ഞാനം അപൂർണമാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്? ശ്രുതി, ശബ്ദപ്രമാണത്തിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ജ്ഞാനം അതായത് ഗുരുവിൽ നിന്ന് മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പ്രതിനിധിയാണ് അല്ലെ? സാക്ഷാത് ധരിത്വേന എന്നാണ് പറയുന്നത്. ഭഗവാനെ പോലെ തന്നെ നമ്മള് ഗുരുവിനെ കരുതണം. ഭഗവാൻ അല്ല ഗുരു, പക്ഷെ ഭഗവാനെ പോലെ നമ്മൾ ആരാധിക്കണം ഗുരുവിനെ. കാരണം ഭഗവാനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരുവാണ്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നമ്മള് യഥാർത്ഥത്തില് നമ്മൾക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത്. നമ്മളെയൊക്കെ നാട്ടില് 6 നാട്ടില് 100 ഭാഷ പറയും. ഇപ്പൊ മലയാളം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും നമ്മൾ കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുള്ളവരെ എടുത്തു കഴിഞ്ഞാല് ഡിഫറെന്റ് ഭാഷയാണ് അല്ലെ? എല്ലാവരും ഇപ്പൊ ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാകുക പോലും ഇല്ല. ആ രീതിയിലാണ് നമ്മളെയൊക്കെ ഭാഷ വരുന്നത്. അപ്പൊ ഒരാൾ പറയുന്ന കാര്യം അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി തരാൻ ആർക്കാ പറ്റുക? അവർ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാണ് അല്ലെ? അവർ ഇന്നതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുതരാൻ പറ്റുക. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരാണ് ഭഗവാനോട് അടുത്തിരിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത്? ഇപ്പൊ ഭഗവത്ഗീത 45 മിനിറ്റ് കൊണ്ടാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. നമുക്കത് മുഴുവൻ ഇരുന്ന് വായിക്കണമെങ്കിൽ മിനിമം 2.5 മണിക്കൂർ വേണം, ശരിക്കും ഒന്നിരുന്ന് വായിക്കണമെങ്കിൽ അല്ലെ? പക്ഷെ ഭഗവാനും അർജുനനും കൂടി ഉള്ള ആ കമ്മ്യൂണിക്കേഷൻ 45 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്.
അപ്പോ അത്ര ഫാസ്റ്റ് ആയിരിക്കണം ഭഗവാൻ പറഞ്ഞത്. ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഭഗവാൻ പറയുമ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രഹിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? അർജുനന് സാധിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് ഭഗവാൻ എന്താണോ പറഞ്ഞത് അതിന് പ്രകാരം മനസ്സിലാക്കാൻ അർജുനന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭഗവാന്റെ അടുത്ത് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്കാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഈ ജ്ഞാനം ലഭിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ പരമോന്നത അധികാരിയായ കൃഷ്ണനിൽ നിന്ന് ജ്ഞാനം ഭരിക്കുന്നു. എല്ലാ ശ്രേണിയിലുള്ള ജനങ്ങളും കൃഷ്ണനെ യഥാർത്ഥ അധികാരിയായി കരുതുന്നു. 2 വിഭാഗത്തിലുള്ള അതീന്ദ്രിയവാദികളുണ്ട്. ഇവരിൽ ഒരു വിഭാഗക്കാരെ മായാവാദികൾ അഥവാ നിരാകാരവാദികൾ എന്ന് പറയുന്നു. ശങ്കരാചാര്യരുടെ അനുയായികളായ വേദാന്തികളായാണ് ഇവർ അറിയപ്പെടുന്നത്. രാമാനുജാചാര്യൻ, മധ്വാചാര്യൻ, വിഷ്ണുസ്വാമി എന്നിവരെ പോലുള്ള വൈഷ്ണവർ എന്ന് വിളിക്കപ്പെടുന്നവരാണ് മറ്റേ വിഭാഗം. ശങ്കര സമ്പ്രദായവും വൈഷ്ണവ സമ്പ്രദായവും രണ്ടും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ നിരാകാര ബ്രഹ്മവാദിയായി കരുതപ്പെടുന്നു. അദ്ദേഹം നിരാകാര ബ്രഹ്മത്തിന്റെ പ്രചാരകനായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രച്ഛന്നനായ ഒരു സാകാരവാദിയായിരുന്നു എന്നതാണ് വാസ്തവം. അതായത് ഇവിടെ പറയുന്നത് 2 കൂട്ടരാണുള്ളത്. ഒന്ന് മായാവാദികൾ എന്ന് പറയുന്നു അല്ലെ, അതായത് ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ പിൻഗാമികളായിട്ട് പറയുന്നവര്. പിന്നെ വൈഷ്ണവരായിട്ടുള്ള ആളുകളെ ഭഗവാന് രൂപമുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാനെ വ്യക്തി രൂപത്തില് ആരാധിക്കുന്നവര്. അപ്പോ ഇവിടെ ശങ്കരാചാര്യർ പക്ഷേ അതായത് സാകാരവാദിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചിട്ടുണ്ട് ശങ്കരാചാര്യർ അല്ലെ. അതുപോലെ ഭജഗോവിന്ദം കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഭജഗോവിന്ദം എഴുതിയത് ശങ്കരാചാര്യരാണ്. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തി സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. അവിടെ എന്താ പറയുന്നത്? ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് പറയുന്നത് അല്ലെ. ഇങ്ങനെ നിരാകാരവാദിയാണെങ്കിൽ ഗോവിന്ദനെ ഭജിക്കാൻ പറയോ ശങ്കരാചാര്യര്? അതുപോലെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയത് എന്താണ്? ഏകോ ദൈവം ദേവകീ പുത്ര ഏവം അല്ലെ. നമ്മൾ കേട്ടിട്ടില്ലേ? ദേവകിയുടെ പുത്രനായിട്ടുള്ള കൃഷ്ണനെ ഭജിക്കാനാണ്. കൃഷ്ണനാണ് ഒരേ ഒരു ദേവൻ എന്ന് പറയുന്നുണ്ട് ശങ്കരാചാര്യർ. അപ്പൊ പക്ഷെ ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവര് ഒട്ടും തന്നെ ഭഗവാന്റെ വ്യക്തി രൂപത്തിൽ ആരാധന ചെയ്യുന്നില്ല. അപ്പൊ അവരെയാണ് മായാവാദികൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ വ്യക്തി രൂപത്തിൽ ആരാധിക്കുന്നവരെ ഭഗവാന്റെ ഭക്തന്മാർ അല്ലെ, അവര് സാകാരവാദികളാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ വൈഷ്ണവ ഭക്തരാണ്. വൈഷ്ണവ സമ്പ്രദായം എന്നാണ് അത് പറയുന്നത്. മറ്റേത് ശങ്കര സമ്പ്രദായം എന്നാണ് പറയുന്നത്. ഭൗതിക ലോകത്തിൽ 2 വിഭാഗത്തിൽപ്പെട്ട അറിവുണ്ട്: അനുമാനം, നിഗമനം. അനുമാനത്തിൽ നിങ്ങൾ മനുഷ്യനെ നശ്വരൻ എന്ന് അംഗീകരിക്കുന്നു. നിങ്ങളുടെ അച്ഛൻ പറയുന്നു മനുഷ്യൻ നശ്വരനാണ്. നിങ്ങളുടെ സഹോദരിയും പറയുന്നു മനുഷ്യൻ നശ്വരനാണ്. എല്ലാവരും പറയുന്നു മനുഷ്യൻ നശ്വരനാണ്. എന്നാൽ പരീക്ഷണത്തിന് ഉദ്യമിക്കാതെ തന്നെ മനുഷ്യൻ നശ്വരൻ എന്നത് നിങ്ങൾ വസ്തുതയായി അംഗീകരിക്കുന്നു. അതായത് അനുമാനം, നിഗമനം 2 തരത്തിലുള്ള അറിവുകളുണ്ട് എന്നാണ് പറയുന്നത്. അനുമാനം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? നമുക്കറിയാം മനുഷ്യരെല്ലാം മരിച്ചു പോകുന്നു അല്ലെ. അത് എങ്ങനെയാ അറിയുന്നത്? നമ്മൾ കുറച്ചു പേര് മരിച്ചു പോകുന്നത് കാണുന്നു. പക്ഷെ ഇത് പരീക്ഷണാടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ മരിക്കാത്ത ചിലരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ അങ്ങനെയുള്ളവരെ നമുക്ക് എന്താണ്, എല്ലാവരെയും പരീക്ഷണത്തിന് വിധേയരാക്കാൻ പറ്റില്ല. അഥവാ പരീക്ഷണത്തിന് വിധേയരാക്കുന്നവരെ അത്ര വരെ ജീവിച്ചിരിക്കൂല അല്ലെ. ഇപ്പൊ ഞാനൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറായാൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ മരിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോ എന്നെക്കാട്ടിലോ അല്ലെങ്കിൽ ഒരു 100 വയസ്സിന് മേലുള്ളവര്, ഒരു 110 വയസ്സിന് മേലുള്ളവർ അവര് മരിക്കാത്തവരാണെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും അല്ലെ. അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പരീക്ഷിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു മനുഷ്യൻ നശ്വരനാണ് എന്ന് അനുമാനം. അതാണ് അനുമാനം എന്നത് പറയുന്നത്. അപ്പൊ ആ ഗവേഷണം ഒരിക്കലും പൂർത്തിയാകില്ല എന്ന് പറഞ്ഞു. സംസ്കൃതത്തിൽ ഇതിനെ ആരോഹണ പ്രക്രിയ എന്ന് പറയുന്നു. സ്വന്തം യത്നത്തിലൂടെ ജ്ഞാനം നേടണമെങ്കിൽ അപൂർണ ഇന്ദ്രിയങ്ങളുടെ ശരിയായ അനുമാനത്തിൽ എത്താൻ ഒരിക്കലും കഴിയില്ല. അത് സാധ്യം തന്നെ. അതായത് ആരോഹണ ക്രിയ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നത് അല്ലെ. അതായത് ഗുരുവിൽ നിന്ന് ശിഷ്യന് പകർന്നു കൊടുത്ത് യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്നാണ് ആ ജ്ഞാനം വരുന്നത്. അതിനെയാണ് ആരോഹണ ക്രിയ എന്ന് പറയുന്നത്. ഇനി അവരോഹണം അല്ല, ആരോഹണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ടേക്കന്നല്ലേ? അതെ, ഒരു സെക്കൻഡ് കേട്ടോ.
അതെ, ആരോഹണം എന്ന് പറഞ്ഞാൽ ആരോഹണം എന്ന് പറഞ്ഞാൽ താഴേന്ന് മുകളിലേക്കല്ലേ ശരിക്കും? താഴേന്ന് മുകളിലേക്ക് അല്ലേ മാതാജി? അതെ, താഴേന്ന് മുകളിലേക്ക്. അത് ഭൗതികമായ ജ്ഞാനമാണ്. താഴേന്ന് മുകളിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഗുരുശിഷ്യ പരമ്പരയിലൂടെ വരുന്ന അറിവല്ല, അത് അവരോഹണമാണ്. അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭക്തിയിൽ വരുമ്പോ വരുന്നത് അങ്ങനെയാണ്. അതായത് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക്, അതായത് ഭഗവാനിൽ നിന്ന് തുടങ്ങി താഴോട്ടേക്കാണ് അറിവ് വരുന്നത്. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആരോഹണമാണ്. അതായത് താഴത്തെ ലെവലിൽ പഠിച്ച് പിന്നെ അതിന്റെ അപ്ഗ്രേഡ് അല്ലെ, അങ്ങനെയാണ് പഠിക്കുന്നത്. ആ രീതിയല്ല ഭക്തിയിൽ വരുമ്പോ. അതായത് ശ്രുതി എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന പരമ്പരയിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അത് അവരോഹണ പ്രക്രിയയാണ് ശരിക്കും. ഈ ഭൗതിക ലോകത്തിലുള്ള അറിവിനെയാണ് ഇവിടെ ആരോഹണ പ്രക്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടു തരം അറിവാണ്, ഒന്ന് അനുമാനം, മറ്റൊന്ന് നിഗമനം. ഇവിടെ അനുമാനത്തെ കുറിച്ചാണ് പറയുന്നത്, ഇത് ആരോഹണ പ്രക്രിയ എന്നാണ് പറയുന്നത്. ഇനി മനസ്സിന്റെ വേഗതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിന്റെ വേഗത, അതായത് നമുക്ക് എത്രയോ ദൂരം വിമാനത്തിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ എന്താണ് ഒരുപാട് സമയം എടുക്കും അല്ലെ? പക്ഷെ മനസ്സ് എത്ര ഫാസ്റ്റ് ആയിട്ട് പോകും. ഇപ്പൊ അമേരിക്കയിൽ പോകണം എന്ന് പറഞ്ഞാല് നമ്മൾ അമേരിക്കയിൽ പോയിട്ട് വരും അല്ലെ? അത്രയും ഫാസ്റ്റ് ആയിട്ട് മനസ്സിന് യാത്ര ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നിങ്ങൾ ഈ വേഗതയിൽ സഞ്ചരിച്ചാൽ ആധ്യാത്മിക വിഹായസ് അപരിമിതമാണെന്നറിയും. അതിനെ സമീപിക്കാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് വൈദിക ശാസ്ത്രം എന്തെന്നാൽ ഒരാൾ വിശ്വാസ്യനായ ആധ്യാത്മിക ആചാര്യനെ, ഗുരുവിനെ സമീപിക്കണം. ഒരു ആധ്യാത്മിക ഗുരുവിന്റെ യോഗ്യതകൾ എന്തൊക്കെ? അവിടുന്ന് വൈദിക സന്ദേശം ശരിയായ സ്രോതസ്സിൽ നിന്ന് ശരിയായി കേട്ട് പഠിച്ച ആളായിരിക്കണം. അപ്പൊ ഒരു ആധ്യാത്മിക ആചാര്യനിലൂടെ മാത്രമാണ് നമുക്ക് എത്താൻ പറ്റാത്തടത്ത് പോലും എത്താൻ സാധിക്കും. നമ്മളിവിടെ ഗോലോക വൃന്ദാവനത്തെ കുറിച്ച് പറയാറുണ്ട് അല്ലെ? നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാം അല്ലെ? ഗോലോക വൃന്ദാവനം എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനുണ്ട്, ഭഗവാന്റെ കളിക്കൂട്ടുകാരുണ്ട്, സുരഭി പശുക്കളുണ്ട് അല്ലെ? കുറെ സുരഭി പശുക്കളുണ്ട്. അവിടെ ഇഷ്ടം പോലെ പാല് ലഭിക്കുന്നതാണ്, ലഭ്യമാണ്. അതുപോലെ അവിടെ എന്ത് വൃക്ഷങ്ങളാണ്? കൽപ്പവൃക്ഷങ്ങളാണ്. ചിന്താമണി കല്ലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് വേഗം എത്താം മനസ്സുകൊണ്ട് അല്ലെ? പക്ഷെ അവിടെ എത്താൻ നമ്മൾ ആരുടെ സഹായം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്? ഒരു യഥാർത്ഥ ആധ്യാത്മിക ആചാര്യന്റെ സഹായം സ്വീകരിക്കണം. അത് ആരാണ് ഒരു ആധ്യാത്മിക ആചാര്യൻ? അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുക? അതാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? അവിടുന്ന് വൈദിക സന്ദേശം ശരിയായ സ്രോതസ്സിൽ നിന്ന് ശരിയായി കേട്ട് പഠിച്ച ആളായിരിക്കണം. അല്ലാത്ത പക്ഷം വിശ്വാസ്യനല്ല. വേണ്ട വിധം ബ്രഹ്മത്തിൽ മനസ്സുറച്ച ആളായിരിക്കണം. ഇവയാണ് രണ്ട് യോഗ്യതകൾ. ഇപ്പോ ആധ്യാത്മിക ആചാര്യന്റെ രണ്ട് യോഗ്യതകളാണ് ഇവിടെ പറയുന്നത്. ശരിയായ സ്രോതസ്സിൽ നിന്ന്, വൈദിക സന്ദേശം ശരിയായ സ്രോതസ്സിൽ നിന്ന് ശരിയായി കേട്ട് പഠിച്ച ആളായിരിക്കണം. അത് ഒന്നാമത്തെ യോഗ്യതയാണ്. രണ്ടാമത്തെ യോഗ്യത ബ്രഹ്മത്തിൽ മനസ്സുറച്ച ആളായിരിക്കണം. ബ്രഹ്മം എന്ന് ഇവിടെ പറയുന്നത് ഭഗവാനെ തന്നെയാണ്. ആത്മാവിൽ മനസ്സ് ഉറച്ച ആളായിരിക്കണം ഈ ആധ്യാത്മിക ആചാര്യൻ എന്നാണ് പറയുന്നത്. കൃഷ്ണബോധ പ്രസ്ഥാനം വൈദിക തത്വങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആധികാരികത കൈവരിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, വൈദിക അന്വേഷണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കൃഷ്ണനെ കണ്ടെത്തലാണ്. വേദൈസ സർവേ അഹമേവ വേദ്യോ അല്ലെ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയലാണ് എല്ലാ വേദത്തിന്റെയും ലക്ഷ്യം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനെ, ഗോവിന്ദന് എണ്ണമറ്റ രൂപങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം ഒന്ന് തന്നെ. നശ്വരമായ നമ്മുടെ ശരീരം പോലെ അല്ലത്. അവിടുത്തെ രൂപത്തിന് നാശമില്ല. എന്റെ ശരീരത്തിന് തുടക്കമുണ്ട്, എന്നാൽ അവിടുത്തെ ശരീരത്തിന് തുടക്കമില്ല. അത് അനന്തമാണ്. അവിടുന്ന് ഗോലോക വൃന്ദാവനം എന്ന സ്വധാമസ്ഥനാണെങ്കിലും സർവ്വവ്യാപിയുമാണ്. അദ്ദേഹം ആദി പുരാതന പുരുഷനാണ്. എന്നിരുന്നാലും ചിത്രങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ 15ഓ 20ഓ വയസ്സുള്ള നവ യൗവന യുക്തനായി കാണുന്നു. നിങ്ങൾക്ക് ഒരിക്കലും അതിലൊരു വൃദ്ധനെ ദർശിക്കാൻ കഴിയില്ല. ഭഗവത്ഗീതയിലെ സാരഥിയായ കൃഷ്ണന്റെ ചിത്രം നിങ്ങൾ കണ്ടിരിക്കും. അക്കാലത്ത് കൃഷ്ണന് 100 വയസ്സിൽ കുറയാത്ത പ്രായമുണ്ടായിരുന്നു. അവിടത്തേക്ക് പ്രപൗത്രന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് ഒരു ബാലനെ പോലെ കാണപ്പെട്ടു. കൃഷ്ണൻ, ഈശ്വരൻ ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കുന്നില്ല. അപ്പൊ ഭഗവാന് ഒരിക്കലും വാർദ്ധക്യം ഉണ്ടാവുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കൃഷ്ണനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഭക്തന്മാരെ സമീപിക്കുക. അവിടുത്തെ ഭക്തന് ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് നൽകാൻ കഴിയും. അയാൾ പറയും, ഇതാ അവിടുന്ന് കൈക്കൊണ്ടാലും. അതാണ് കൃഷ്ണഭക്തന്റെ വീര്യം. അപ്പൊ കൃഷ്ണഭക്തന് നമുക്ക് കൃഷ്ണനെ തന്നെ തരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് പോയാലാണ് നമുക്ക് ഭഗവാനെ ശരിക്കും മനസ്സിലാവുക.
ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഈശോപനിഷത്ത് ധ്യാന ശ്ലോകം തുടങ്ങാം. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. എല്ലാവർക്കും ചൊല്ലാം. ഈ ശ്ലോകം എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ? കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ചൊല്ലാം. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണവുമാകയാൽ അദ്ദേഹത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്ന എന്തും സ്വയം പൂർണ്ണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനാകയാൽ അദ്ദേഹത്തിൽ നിന്നും അനേകം പൂർണ്ണങ്ങൾ ഉദ്ഭവിച്ചാലും അവിടുന്ന് സമ്പൂർണനായി തന്നെ അവശേഷിക്കുന്നു. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭഗവാൻ പരമസത്യം പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണവുമാകയാൽ ഭഗവാനിൽ നിന്ന് അനേകം പൂർണ്ണങ്ങൾ ഉദ്ഭവിക്കുന്ന അല്ലെ? നമുക്കറിയാം ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ പരിപൂർണനായ ഭഗവാനായിട്ടുണ്ട് അല്ലെ? ആ ഭഗവാനിൽ നിന്ന് 4 വിസ്തരണങ്ങൾ, അതിൽ നിന്ന് ഭഗവാനിൽ നിന്ന് ബലരാമൻ ഒരു വിസ്തരണമായി വന്നു. ബലരാമനിൽ നിന്ന് 4 വിസ്തരണം. ആരൊക്കെയാണ്? പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷണൻ അല്ലെ? ഈ 4 പേര്. പിന്നെ ആ സംഘർഷണനിൽ നിന്ന് വീണ്ടും അതേപോലെ വാസുദേവൻ, അനിരുദ്ധൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ 4 അവതാരങ്ങൾ വന്നു. ആ സംഘർഷണയിൽ നിന്ന് 3 പുരുഷാവതാരം വരുന്നുണ്ട്. കർണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു അല്ലെ? അപ്പൊ ഇതിലൊക്കെയും എന്താണ്? ഭഗവാനിൽ നിന്ന് വന്നതൊക്കെയും എന്താണ്? പൂർണ്ണങ്ങളാണ് എന്നാണ് പറയുന്നത്. ഒന്നും എന്താണ് ഒരു കുറവും ഉള്ളതല്ല, പരിപൂർണമായിട്ടുള്ളവയാണ്. പരിപൂർണനായ ഭഗവാനിൽ നിന്നും പൂർണ്ണങ്ങളാണ് വരുന്നത്. ഉദ്ഭവിക്കുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്നുണ്ടാകുന്ന എന്തും സ്വയം പൂർണ്ണങ്ങളാണ്. അപ്പൊ പൂർണ്ണമായിട്ടുള്ളതിൽ നിന്നുണ്ടാകുന്നതൊക്കെ സ്വയം പൂർണ്ണങ്ങളാണ്. അപൂർണതയിൽ നിന്ന് വരുന്നതാണ് അപൂർണമായിട്ട് വരുന്നത് അല്ലെ? ഈ ഭൗതികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് വേണം? അപ്ഗ്രഡേഷൻ വേണം അല്ലെ? ഫോൺ ആണെങ്കിലും നമുക്ക് കുറച്ചു നാളെ ആ ഒരു ഫോൺ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ റിവൈസ്ഡ് വേർഷൻ, അതിന്റെ അപ്ഗ്രേഡ് ആയിട്ടുള്ള വേർഷൻ വരും അല്ലെ? ഓരോന്നിനും എന്താണ്? അപ്ഗ്രഡേഷൻ ഉണ്ട്. പക്ഷെ ഭഗവാന്റെ സൃഷ്ടിയിൽ എന്തില്ല? ഒരു അപ്ഗ്രഡേഷനും ഇല്ല അല്ലെ? ഭഗവാൻ സൃഷ്ടിച്ചതിലെല്ലാം എന്തുണ്ട്? പൂർണ്ണതയുണ്ട് അല്ലെ? എപ്പോഴെങ്കിലും പിന്നെ ഈ മനുഷ്യർക്ക് ഇങ്ങനെയല്ല, മൂക്ക് ഇവിടെയല്ല വേണ്ടത്, വേറൊരു സ്ഥലത്താണെന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടോ അല്ലെ? നമ്മൾ കാണുന്ന കാലം മുതൽ ഇതുവരെ എന്താണ്? ഒരേപോലെയാണ് നമ്മുടെയൊക്കെ രൂപം ഉള്ളത്. അപ്പൊ ഭഗവാൻ പൂർണ്ണനായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഭഗവാനിൽ നിന്ന് വരുന്നതും പൂർണ്ണമായിട്ടുള്ളതാണ്. അതിന് ഒരു ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഭഗവാൻ സമ്പൂർണ്ണനാകിയാൽ അദ്ദേഹത്തിൽ നിന്നും അനേകം പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും അവിടുന്ന് സമ്പൂർണ്ണനായി തന്നെ അവശേഷിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാണ്? 1 - 1 = 1 എന്നതാണ് ഇത് ഈ മാത്തമാറ്റിക്സ് പറയുന്നത്. അതായത് ഭഗവാൻ സമ്പൂർണ്ണനാണ്, അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് വരുന്നതൊക്കെയും സമ്പൂർണ്ണമാണ്. എന്നാൽ ആ വന്നിട്ടുള്ള സമ്പൂർണമായിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാലും ഭഗവാനായിട്ട് തന്നെ ഒരു വ്യത്യാസം ഇല്ലാണ്ട് അവശേഷിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയാച്ചാല്, ഭൗതികമായ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല്, ഒരമ്മ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. അപ്പൊ ആ അമ്മയിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ആ കുട്ടിയിൽ നിന്ന് കുട്ടിയെ മൈനസ് ചെയ്താൽ, അമ്മയിൽ നിന്ന് കുട്ടിയെ മൈനസ് ചെയ്താൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അമ്മ അപ്പോഴും ഒരു സ്ത്രീയാണ്, എല്ലാ പൂർണ്ണതയും ഉള്ള ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ഒരു പൂർണ്ണയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ പെൺകുട്ടിയും അല്ലെ? ആ കുട്ടി വരുന്നത്. അപ്പൊ അതുപോലെ ഭഗവാനിൽ നിന്ന് വരുന്നതൊക്കെ പൂർണ്ണങ്ങളാണ്. ഭഗവാൻ ആ പൂർണ്ണങ്ങൾ മൈനസ് ചെയ്താലും ഭഗവാൻ എന്താണ്? പരിപൂർണനായിട്ട് തന്നെ ഭഗവാൻ ഉണ്ടാകും. ഭഗവാനിൽ ഒരു കുറവും വരുന്നില്ല. എത്രയൊക്കെ പൂർണ്ണങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നാലും ഭഗവാൻ ഒരു കുറവും സംഭവിക്കുന്നില്ല. ഭാവാർത്ഥം: പരമാത്മ സാക്ഷാത്കാരം, ബ്രഹ്മ സാക്ഷാത്കാരം എന്നിവ പരിപൂർണ സത്തയുടെ ഭാഗികമായ സാക്ഷാത്കാരം മാത്രമാണ്. ഇവിടെ സാക്ഷാത്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. സമയമില്ലേ, നമുക്ക് പർക്കോട്ട് വായിച്ചുകൊണ്ട് പോകാം. ചെറിയ പർക്കോട്ടാണ്. പരിപൂർണ സത്ത, പരമനിരപേക്ഷ സത്യം എന്നത് പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. നിരാകാര ബ്രഹ്മത്തെയോ പരമാത്മാവിനെയോ സാക്ഷാത്കരിക്കുക എന്നത് പരിപൂർണ സത്ത ഭാഗികമായി മാത്രം സാക്ഷാത്കരിക്കലാണ്. പരമദിവ്യോത്തമ പുരുഷൻ സത്ത് ചിത്ത് ആനന്ദ വിഗ്രഹനാണ്. നിരാകാര ബ്രഹ്മ സാക്ഷാത്കാരം എന്നത് അവിടുത്തെ സദ്ഭാവത്തിന്റെ അഥവാ
സനാതനത്വത്തിന്റെ സാക്ഷാത്കാരം മാത്രമേ ആകുന്നുള്ളൂ. പരമാത്മ സാക്ഷാത്കാരമാകട്ടെ സത്ത് ചിത്ത് എന്നീ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന അവിടുത്തെ അനശ്വരതയും പരിപൂർണ ജ്ഞാനവും. എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ അഥവാ ഭഗവാൻ സത്ത് ചിത്ത് ആനന്ദം എന്നീ അവിടുത്തെ എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സാക്ഷാത്കാരമാണ്. അപ്പൊ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ ആരാണെന്ന് പറയുന്നു? ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. സത്ത് ചിത്ത് ആനന്ദ വിഗ്രഹനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഇത് പൂർണ്ണമായിട്ടുള്ള ആളാണ് ആര്യ ഭഗവാൻ. പക്ഷേ ഈ ബ്രഹ്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് എന്താണ്? താഴേക്കടയിലുള്ളതാണ് അല്ലെ. അതൊരിക്കലും പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാക്ഷാത്കാരമല്ല. ഭഗവാൻ സത്ത് ചിത്ത് ആനന്ദനാണ്. എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ അഥവാ ഭഗവാൻ സത്ത് ചിത്ത് ആനന്ദം എന്നീ അവിടുത്തെ എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സാക്ഷാത്കാരമാണ്. ഒരാൾ പരമപുരുഷനെ സാക്ഷാത്കരിക്കുമ്പോൾ അയാൾ നിരപേക്ഷ സത്യത്തിന്റെ ഈ ഭാവങ്ങളൊക്കെ പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നു. വിഗ്രഹ എന്നാൽ രൂപം എന്നർത്ഥം. അങ്ങനെ പൂർണ്ണ സത്യ രൂപരഹിതനല്ല. അവിടുന്ന് രൂപരഹിതനായിരുന്നുവെങ്കിൽ അഥവാ അവിടുത്തെ സൃഷ്ടിയേക്കാൾ ഏതെങ്കിലും വിധത്തിൽ കുറവുള്ളവനാണ് എന്നെങ്കിൽ അവിടുന്ന് പൂർണ്ണനാകാൻ ഇടയില്ല. പൂർണ്ണ സത്ത എന്നത് ആന്തരികമായും ബാഹ്യമായും സകലതും ഉൾക്കൊള്ളുന്നതും നമ്മുടെ ഭാവനയ്ക്കൊക്കെ അതീതവും ആവണം. മറിച്ചായാൽ അത് പൂർണ്ണമല്ല. അപ്പൊ എന്താണ് പൂർണ്ണത? ഇവിടെ ഓം പൂർണ്ണമത പൂർണ്ണമിതം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഈ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭഗവാൻ ഒരു സൃഷ്ടി ചെയ്യുന്നു അല്ലെ. നമ്മുടെയൊക്കെ സൃഷ്ടി ഭഗവാൻ ചെയ്തിട്ട് നമ്മളെക്കാൾ കുറഞ്ഞത്, അതായത് ഒരു രൂപമില്ലാത്ത ആളാണ് ഭഗവാൻ എന്ന് വിചാരിക്കുന്നത് ശരിയോ? തെറ്റല്ലേ അല്ലെ? നമുക്ക് രൂപമില്ലാത്ത ഒന്നിനെ പൂർണ്ണതയുള്ളതെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കാണാൻ സാധിക്കില്ല. രൂപമില്ലാത്ത ഒരു ഇതിനെ അങ്ങനെയുള്ള ഒന്നിനെ, ഒരു രൂപമുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? അതുമില്ല അല്ലെ. പക്ഷെ ഭഗവാന് രൂപമുണ്ട്. ഭഗവാൻ എങ്ങനെയുള്ള രൂപമാണ്? സച്ചിദാനന്ദ വിഗ്രഹ. വിഗ്രഹ പറഞ്ഞു കഴിഞ്ഞാല് രൂപം. അപ്പൊ ഒരു സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരു രൂപമുണ്ട്. പക്ഷെ എന്താണ് ഭഗവാന്റേത് രൂപം? നമ്മുടേത് പോലത്തെ ഭൗതികമായ രൂപമല്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഭഗവാനെ കുറിച്ച് പറയുന്നിടത്ത് ഭഗവാൻ ഇവിടെ സന്നിഹിതനാണെന്നാ പറയുന്നത്. നമ്മള് ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് ഭഗവാനെ കാണാനുള്ള കാഴ്ച ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെയുള്ള കാഴ്ച ഉണ്ടെങ്കിലാണ് ഭഗവാനെ കാണാൻ സാധിക്കുക? പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന അല്ലെ. ഭഗവാനെ കാണണമെങ്കിൽ നമ്മള് പ്രേമമാകുന്ന അഞ്ജനം എഴുതിയ കണ്ണുകളോടുകൂടി ഭഗവാനെ കാണാൻ പഠിക്കണം. രാധാറാണിക്കും ഗോപികമാർക്കും ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള കണ്ണുകളാണ് അല്ലെ. പരിപൂർണ സത്യക്ക് പരമപുരുഷന് അനന്ത ശക്തികളുണ്ട്. അവയൊക്കെയും തന്നെ അവിടത്തെ പോലെ തന്നെ പൂർണ്ണങ്ങളുമാണ്. അത്തരത്തിൽ ഈ പ്രാതിഭാസിക ലോകം സ്വയം സമ്പൂർണമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള സകലതും ഉത്പാദിപ്പിക്കപ്പെടാൻ ആവശ്യമായ 24 മൂലകങ്ങളുടെ ആവിർഭാവം കൊണ്ട് ഈ ഭൗതിക പ്രപഞ്ചം സുസജ്ജമാണ്. പ്രപഞ്ചത്തിലെ മറ്റൊരു ഏകകവും നിലനിൽപ്പിന് വേണ്ടി അധികം ശ്രമം നടത്തേണ്ടതില്ല. പ്രപഞ്ചം സ്വന്തം സമയരേഖയുടെ അടിസ്ഥാനത്തിൽ വർത്തിക്കുന്നു. ഇത് പൂർണ്ണ സത്തയുടെ ശക്തി വിശേഷം കൊണ്ടാണ് നിശ്ചിതമായിരിക്കുന്നത്. ആ സമയം പൂർത്തിയായി കഴിയുന്നതോടെ പൂർണ്ണ സത്തയുടെ ക്രമീകരണ പ്രകാരം ഈ താൽക്കാലിക പ്രാതിഭാസിക ആവിഷ്കാരങ്ങളെല്ലാം സംഹരിക്കപ്പെടുന്നു. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ് അല്ലെ. ഭഗവാൻ നമുക്കറിയാം 24 മൂലകങ്ങൾ നമ്മള് ഭഗവത്ഗീത 14-ാമത്തെ അധ്യായത്തില് പഠിച്ചിട്ടുണ്ട്. പ്രധാന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഈ ഭൗതിക പ്രകൃതിയില് ഭഗവാൻ കടാക്ഷിച്ച് ഭൗതിക പ്രകൃതി ഗർഭം ധരിക്കുന്നു, അങ്ങനെ സൃഷ്ടികളൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് സൃഷ്ടി സംഭവിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴാണ് ഇല്ലാതെയാകുന്നത്, ഉന്മൂലനം ചെയ്യപ്പെടുന്നത്, സംഹരിക്കപ്പെടുന്നത് എപ്പോഴാണ്? ബ്രഹ്മാവിന്റെ ഒരു പകല് കഴിയുമ്പോ ഇതിന് ഒരു നൈമിത്തിക പ്രളയം എന്ന് പറയും. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ഒന്ന് ഉറങ്ങുമ്പോ, ഭഗവാനല്ല, ബ്രഹ്മാവ് ഒന്ന് ഉറങ്ങുമ്പോ ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അതേപടി ഭഗവാന്റെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഗർഭോദകശായി വിഷ്ണുവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം, അതായത് ബ്രഹ്മാവ് ഉണർന്നു വരുമ്പോ അത് അതേപടി തിരിച്ച് വരികയും ചെയ്യുന്നു. പക്ഷെ ഒരു കംപ്ലീറ്റ് പ്രളയം സംഭവിക്കുന്നുണ്ട്. അത് എപ്പോഴാണ്? ബ്രഹ്മാവിന് 100 വയസ്സ് തികയുമ്പോൾ, ബ്രഹ്മാവിന്റെ ആയുസ് തികയുമ്പോൾ
എല്ലാം ഭഗവാനിലേക്ക് പോകും എന്നാണ് പറയുന്നത്. എല്ലാം മുഴുവനും ഈ പ്രപഞ്ചം മുഴുവൻ, അതായത് ഈ ബ്രഹ്മാണ്ടം മുഴുവനും നശിച്ചു പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഭഗവാന്റെ ശ്വാസത്തിലൂടെ ഭഗവാന്റെ ഉള്ളിലേക്ക് പോകും. ഏത് ഭഗവാന്റെ ഉള്ളിലേക്ക്? കരണോദകശായി വിഷ്ണുവിന്റെ ഉള്ളിലേക്ക്. കരണോദകശായി വിഷ്ണുവിന്റെ ഉള്ളിലേക്കാണ് അപ്പോ ഫുള്ള് അതായത് ഇൻടേക്ക് ചെയ്യുന്നത്. പരിപൂർണ സത്തയെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മങ്ങളായ പൂർണ്ണാംശങ്ങൾക്ക് അഥവാ ജീവസത്തകൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണ സത്തയെ പറ്റിയുള്ള അജ്ഞതയാണ് എല്ലാത്തരം അപൂർണതാ ബോധത്തിനും കാരണം. മനുഷ്യജന്മം എന്നത് ജീവസത്തയുടെ പൂർണ്ണ ബോധത്തിലുള്ള ആവിഷ്കാരമാണ്. ജനന മരണ ചക്രത്തിൽ 84 ലക്ഷം ജീവയോനികൾ പിന്നിട്ടതിന് ശേഷമാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. പൂർണ്ണ ബോധത്തിൽ അനുഗ്രഹീതനായ ഈ മനുഷ്യജന്മത്തിൽ ജീവസത്ത തന്റെ പൂർണ്ണത അഥവാ പരിപൂർണ സത്തയുമായുള്ള തന്റെ ശാശ്വത ബന്ധം സാക്ഷാത്കരിക്കാത്ത പക്ഷം അവൻ പരിപൂർണതയെ സാക്ഷാത്കരിക്കാനുള്ള തന്റെ അവസരം നഷ്ടപ്പെടുത്തുകയാണ്. തത്ഫലമായി ഭൗതിക പ്രകൃതിയുടെ നിയമം അനുസരിച്ച് വീണ്ടും ജനന മരണ ചക്രത്തിൽ പെടുന്നു. അപ്പോ നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത് 84 ലക്ഷം ജീവിയോനികളിൽ കൂടെ കടന്നു പോയതിനു ശേഷമാണ്. അപ്പൊ ഈ മനുഷ്യ ജന്മത്തില് ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട് അല്ലെ. ഈ പട്ടികൾക്കും അതുപോലെയുള്ള ആനിമൽസിനൊന്നും കൊടുത്തതിന് അപ്പുറത്ത് നമുക്കൊരു വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. ഈ വിശേഷ ബുദ്ധി നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് ഈ പൂച്ചയോ പട്ടിയോ അതെന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന കാണാറുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ നമുക്ക് അതുപോലെ പോകാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്കൊരു വിശേഷ ബുദ്ധി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു ആ ഒരു ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മള് ഈ പട്ടികളും പൂച്ചകളും ഒക്കെ ചെയ്യുന്ന അതേ കാര്യങ്ങള് നമ്മൾ ഇത്തിരി ഗോപ്യമായിട്ട് ഒരു വീടൊക്കെ കെട്ടി നമ്മൾ അതേ കാര്യം ചെയ്യുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം നമ്മൾ അവരും തമ്മില്? അതാണ് ശ്രീല പ്രഭുപാദര് പറയുന്നത് നമ്മളെ റോയൽ വേർഷൻ ഓഫ് ആനിമൽസ് എന്ന്. അപ്പൊ അതേ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? നമ്മളും ആനിമലിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അല്ലെ. കുറച്ച് എന്താ അപ്ഗ്രേഡ് ചെയ്തിട്ട് ചെയ്യുന്നത് മാത്രം. അപ്പോ അതല്ല നമുക്ക് അതിനുവേണ്ടിയല്ല ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് തന്നത്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെ. ഈ ഭൗതിക പ്രകൃതി ദുഃഖാലയം അശാശ്വതം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഭഗവാൻ നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ വിശേഷ ബുദ്ധി. അങ്ങനെ ആ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് അല്ലെ ഈ ആരാണ് ഭഗവാൻ, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് നമ്മൾ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കണം. അതിനാണ് നമുക്ക് ഈ വിശേഷ ജന്മം കിട്ടിയിട്ടുള്ളത്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിയിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഉണ്ടെന്ന് അറിയാത്തത് കാരണം നാം ഇന്ദ്രിയ സുഖാസ്വാദനത്തിന്റെ പരിപൂർണത എന്ന് വിളിക്കപ്പെടുന്ന ജീവിതത്തിന് വേണ്ടി പ്രകൃതിയിലെ വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കരുത്. പൂർണ്ണ സത്തയുമായി ബന്ധപ്പെടാതെ സ്വതന്ത്രനായി ജീവസത്തയ്ക്ക് ആസ്വദിക്കാൻ കഴിയാത്തതിനാൽ ഇന്ദ്രിയ ആസ്വാദനമാകുന്ന ആ ജീവിതം മായയാണ്. ശരീരത്തിന്റെ ഭാഗമായ കരങ്ങൾ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് ഒരു പൂർണ്ണ ഏകകമായി വർത്തിക്കുന്നത്. കൈ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയാൽ കൈ പോലെ തോന്നപ്പെടും എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒരു കൈക്കുണ്ടായിരിക്കേണ്ട ശക്തി അതിനുണ്ടാവില്ല. അതുപോലെ ജീവസത്ത പരിപൂർണ സത്തയുടെ ഭാഗവും അംശവുമാണ്. അതിനെ പൂർണ്ണസത്തയിൽ നിന്ന് വേർപെടുത്തിയാൽ മായാ പ്രാതിനിധ്യം കൊണ്ടുള്ള പൂർണ്ണതയാൽ ജീവസത്തയ്ക്ക് പൂർണ്ണ സംതൃപ്തി ലഭ്യമാക്കാൻ ആവില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ അല്ലെ. ഭഗവാൻ സനാതനനാണ്, ഭഗവാന്റെ ശാശ്വത അംശമാണ് നമ്മളും സനാതനരാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ ഭഗവാൻ ഇല്ലാതെ നമ്മള് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട് അല്ലെ. ഈ കൈക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാം അല്ലെ. അതിന് ആഗ്രഹിക്കുന്ന പോലെ മൂവ് ചെയ്യാം. എന്നാൽ അത് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അത് അവിടെ കിടക്കുകയുള്ളൂ. അതിന് അനങ്ങാൻ പോലും അതിന് സ്വമേധ്യ അനങ്ങാൻ പോലും സാധിക്കില്ല. അപ്പൊ ഈ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ശരീരത്തിന്റെ ഭാഗമായ കൈകളും കാലുകളും ഒക്കെ നമുക്ക് ചലിപ്പിക്കാനും യഥേഷ്ടം ഉപയോഗിക്കാനും സാധിക്കുന്നത് എന്നതുപോലെ ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മളെ കൂടെയുണ്ട് അല്ലെ. അപ്പോഴും മാത്രമാണ് നമുക്ക് എന്തുള്ളത്? നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിയുള്ളത്, കാഴ്ചശക്തി വർക്ക് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയാ, അതൊരു ഡെഡ് ബോഡിയാണ് അല്ലെ. ആരും ഡെഡ് ബോഡിന്റെ പേര് പോലും എടുത്ത് വിളിക്കാറില്ല. ആ പേര് പോലും ആരുടെയാണ്? ജീവാത്മാവിന്റെയാണ് അല്ലെ. നമ്മളിപ്പോ ഒരാൾ മരിച്ചുപോയി, ഒരു രാഘവൻ എന്ന പേരുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? രാഘവേട്ടനെ എപ്പോഴാ എടുക്കാന്ന് ആരും ചോദിക്കൂല. എന്താ ചോദിക്കുക? ബോഡി എപ്പോഴാ എടുക്കാന്ന് ചോദിക്കുക അല്ലെ. അപ്പൊ രാഘവേട്ടൻ മരിച്ചു, ബോഡി എപ്പോഴാ എടുക്കുക എന്നാ ചോദിക്കുക. അപ്പൊ അതുപോലെ നമ്മള് ആ ഭഗവാന്റെ ശാശ്വത അംശങ്ങളായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ നിലനിൽപ്പുള്ളത്. ഇപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മളല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
പക്ഷെ എന്നിരുന്നാലും ഭഗവാനെ കുറിച്ച് അറിയാത്തിടത്തോളം നമ്മൾ ഈ ശരീരബോധത്തിൽ നിന്ന് പുറത്ത് കടക്കാറുമില്ല, അല്ലെ? എല്ലാവരും അറിയുന്നുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരെടുത്തല്ല പറയാറ്, ഡെഡ് ബോഡിയിൽ മാത്രമാണ് ആ ശരീരത്തിനെ പറയാറ്. പക്ഷെ ആ ശരീരമാണോ ആ വ്യക്തി, ആരാണ് ഈ വ്യക്തി എന്ന് ആരും അന്വേഷിക്കാൻ ശ്രമിക്കാറില്ല. അപ്പൊ നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു മനുഷ്യ ശരീരം തന്നിട്ടുള്ളത്, മനുഷ്യ ജന്മം ഭഗവാൻ തന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ബുദ്ധിയോടുകൂടി, ഈ വിവേചന ബുദ്ധിയോടുകൂടി നമുക്ക് ഭഗവാൻ ശരീരം തന്നിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് പൂർണ്ണസത്തയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. സാമൂഹ്യമോ രാഷ്ട്രീയമോ വർഗീയമോ അന്തർദേശീയമോ ആയി ഈ ലോകത്തുള്ള എല്ലാ സേവനങ്ങളും പൂർണ്ണസത്തയുമായി പൊരുത്തപ്പെടാത്ത കാലത്തോളം അപൂർണമായി തന്നെ നിൽക്കും. എല്ലാം പൂർണ്ണസത്തയുമായി ബന്ധപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന അംശങ്ങളും സ്വയം പൂർണ്ണങ്ങളായി തീരുന്നു. ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യജന്മത്തിന്റെ പരിപൂർണത സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് പൂർണ്ണസത്തയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. അതായത് ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നു, സാമൂഹ്യമോ രാഷ്ട്രീയമോ വർഗീയമോ അന്തർദേശീയമോ ആയി ഈ ലോകത്തുള്ള എല്ലാ സേവനങ്ങളും പൂർണ്ണസത്തയുമായി പൊരുത്തപ്പെടാത്ത കാലത്തോളം അപൂർണമായി തന്നെ നിൽക്കും. അപ്പോ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും എന്താണ് കാര്യമുള്ളത്? അതൊക്കെ അപൂർണമായിരിക്കും എന്നാണ് പറയുന്നത്. ഭഗവാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സേവനങ്ങൾക്ക് മാത്രമേ പരിപൂർണത ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാ പൂർണ്ണസത്തയുമായി ബന്ധപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന അംശങ്ങളും സ്വയം പൂർണ്ണങ്ങളായി തീരുന്നു. അപ്പോ ഭഗവാനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പരിപൂർണമാകുന്നു. ഇവിടെ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ എന്ന ശ്ലോകത്തിന്റെ വിവർത്തനം ഒന്നുകൂടെ വായിക്കാം. പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണവുമാകയാൽ അദ്ദേഹത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്ന എന്തും സ്വയം പൂർണ്ണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനാകയാൽ അദ്ദേഹത്തിൽ നിന്നും അനേകം പൂർണ്ണങ്ങൾ ഉദ്ഭവിച്ചാലും അവിടുന്ന് സമ്പൂർണനായി തന്നെ അവശേഷിക്കുന്നു. അപ്പോ ഭഗവാനിൽ നിന്ന് ഉദ്ഭവിച്ചതൊക്കെയും എന്താണ്? സ്വയം പരിപൂർണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനുമാണ്. അങ്ങനെ ഒരു അനവധി പരിപൂർണനായിട്ടുള്ള അവതാരം വന്നു കഴിഞ്ഞാലും ഭഗവാന് ഒരു പൂർണ്ണതയ്ക്കും കുറവില്ല, അല്ലെ? നമുക്കറിയാം, ഗോലോക വൃന്ദാവനത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ പരിപൂർണതയോടും കൂടിയാണ് ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ ഒരു ഭൗതിക ലോകത്ത് വന്ന് ലീലകൾ ആടുമ്പോഴും ഭഗവാൻ ഇവിടെ ഉണ്ടാകുമ്പോഴും ഭഗവാൻ അവിടെ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു വരുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി വരുന്നുണ്ട് ശ്ലോകങ്ങള്. അപ്പൊ അതിലൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ധ്യാന ശ്ലോകം ഇതിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അത് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. എത്ര ചാപ്റ്റർ ഉണ്ട് മാതാജി? 18 ശ്ലോകങ്ങളുണ്ട്. ഇത് ധ്യാന ശ്ലോകം ഉൾപ്പെടെ 19 വരും. 19. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे, हरि हरि बोल, सर्वം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതിനകത്ത് ഈ ഒന്നാമത്തെ, അതായത് ധ്യാന ശ്ലോകവും ഒന്നാമത്തെ ശ്ലോകവും, ഇത് രണ്ടെണ്ണം പഠിക്കേണ്ട ശ്ലോകങ്ങളാണ്. പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക. എല്ലാവരുടെയും ബുക്ക് ഉണ്ടോ?